ഒരു തെറിപ്പൂര പ്രഭാഷണം കേൾക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? ഹാസ്യ കഥാപ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? അവിടെയാണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സുണരേണ്ടത്. തെറിപ്രസംഗം നടത്തുക എന്ന് പറയുന്നത് അത് ഏത് വിധേനയാണെങ്കിലും ശരി, മതം അതിന് അംഗീകാരം നൽകിയിട്ടില്ല. ഷെയ്ഖ് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മാബരി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിലൂടെ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചില്ലേ, ഏതൊരു മനുഷ്യനെയും ഗീബത്ത് പറയൽ ഹറാമാണ്. വലൗ കാന കാഫിറാ, അവൻ മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ശരി, ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഗീബത്ത് പറയാൻ പാടില്ല എന്നാണ് മതത്തിന്റെ വിശുദ്ധമായ തത്വമുള്ളത്. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആളുകൾക്ക് കൂടുതൽ ഇമ്പമുള്ളത് അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുമ്പോ വലിയൊരു പന്തൽ കെട്ടിവെച്ചിരിക്കുന്നു. പക്ഷെ പുറത്തുനിന്നൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, ഉള്ളിൽ എന്തോ നടക്കുന്നത് മഹാമഹം. ഒരാളോട് ചോദിച്ചു, എന്താ? അവിടെ വലിയ സർക്കസ് നടക്കുന്നു, ടിക്കറ്റൊക്കെ ഇച്ചിരി കുറവാ. എത്ര? അതൊരു 19 രൂപ കൊടുത്താൽ മതി. 50 രൂപയുള്ളൂ. എത്ര നേരം കാണാം? 5 മണിക്കൂർ കാണാം. 50 രൂപയുള്ളൂ. നീ ആ കേട്ട രൂപത്തിൽ നിന്റെ മനസ്സിൽ നിന്ന് തിരിഞ്ഞു കളയാനുള്ള മനസ്ഥിതി ഉണ്ടോ? അവിടെയാണ് നിന്റെ ജയം. അല്ല, ഒന്ന് കേറി നോക്കാം എന്നാണോ നിന്റെ മനസ്സിൽ വരുന്നത്? ശരിയായിട്ടില്ല. ഈമാനുള്ള മുഅ്മിനിന്റെ അടയാളം നിന്റെ ശരീരത്തിൽ വന്നിട്ടില്ല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. പറ്റാത്ത ഒരു സംഗതി കാണുമ്പോഴേക്ക് തിരിഞ്ഞു കളയുന്ന നേതാവല്ലേ ഹബീബ് റസൂലുള്ളാഹി.